ഹലോ, ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ വീഡിയോ ആണ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് പിന്നെയും ചെയ്യുന്നതെന്ന് കാര്യമുണ്ട്. മേധ ധന്യ ചേച്ചിയുടെ ഹെർബൽ കാജലാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഈ കാജലല്ല, വേറൊരു കാജലാണ്. ധന്യ ചേച്ചിയുടെ തന്നെ മേധയുടെ തന്നെ വേറൊരു കാജലാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഈ കാജൽ നമ്മൾ ബ്രഷ് കൊണ്ട് ഒക്കെ എഴുതി ഒക്കെ നോക്കിയിരുന്നു. പക്ഷേ എനിക്കത് പ്രാക്ടിക്കലി ഡെയിലി യൂസിന് അത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം രാവിലത്തെ തിരക്കിനിടയ്ക്ക് എഴുതാനുള്ള ടൈമൊന്നും കിട്ടുന്നില്ല. ജോലിക്ക് പോകുന്നവർക്കൊക്കെ മനസ്സിലാകും. അങ്ങനെ ഞാൻ മറ്റ് പല പ്രോഡക്ട്സും യൂസ് ചെയ്ത് നോക്കി. മറ്റ് സ്റ്റിക്ക് കാജൽസ് വേറെ കുറേ യൂസ് ചെയ്ത് നോക്കി. ഓരോ ബ്രാൻഡിനും ഓരോ സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു. ചിലത് ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ചിലത് കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് വരുന്നു, ചിലതാണെങ്കിൽ കണ്ണ് ചുമന്ന് വരുമായിരുന്നു. അത് ഒന്ന് രണ്ട് ദിവസമല്ല, ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, മറ്റ് എല്ലാവർക്കും ഇല്ല, ചിലർക്കൊക്കെ അത് ഒരു ഇഷ്യൂ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കെമിക്കൽസ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഇഷ്യൂ എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും വരുന്നുണ്ടാകും. ചില പ്രോഡക്റ്റ്സ് നമ്മൾ വൈകുന്നേരം എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ പോവില്ല, കണ്ണിൽ അതിൻ്റെ ഒരു ചെറിയ റെസിഡ്യൂ എപ്പോഴും ഉണ്ടാകും. അങ്ങനെ ധനിഷിയോട് പറഞ്ഞപ്പോൾ ചേച്ചി ചെയ്തൊരു കാര്യമാണ് സ്റ്റിക്ക് കാജൽ അല്ലെങ്കിൽ കോൺ കാജൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു പരീക്ഷണാർത്ഥം ഞാനൊരു ചെറിയൊരു കാജൽ കോൺ വാങ്ങിച്ച് നോക്കി. ഇതായിരുന്നു, അതിൻ്റെ കവറൊക്കെ പോയി കേട്ടോ. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് കണ്ണിൽ ഭയങ്കര ലൈറ്റ് ഫീലിംഗ് ആയിരുന്നു. നമുക്ക് ഒരുപാട് എഴുതിയ ഒരു ഫീലിങ്ങോ ഭയങ്കര ഹെവിനെസ് ഒന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. ഹെർബൽ ആയതുകൊണ്ട് തന്നെ കണ്ണിൽ വേറെ ഇറിറ്റേഷൻസോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം യൂസ് ചെയ്ത് ഇതായി കണ്ട വളരെ കുറച്ചെങ്ങാണ്ട് ഇത്തിരിയും കൂടി ഉണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വലിയൊരു കാജൽ പറഞ്ഞു. ഇതാണ് വലിയ കോൺ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് റിവ്യൂ ചെയ്യാം. ഞാനിത് 2 ദിവസം യൂസ് ചെയ്തു ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ നിങ്ങൾക്ക്. ഇത്രയൊക്കെ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി പോയിൻ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത് ഇത്രയും ഉണ്ട്, ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. ഏകദേശം ഒരു മാസത്തോളം നിൽക്കും എന്നെനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കും. ഡെയിലി യൂസ് ചെയ്യുന്നവരുടെ ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം എത്ര നാൾ നിൽക്കുന്നുള്ളത്. വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു കാജലാണ്. നമുക്ക് രാവിലെ തിരക്കിനിടയ്ക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് ബ്രഷൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്നൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, വേറെ കണ്ണിന് ഇറിറ്റേഷൻസ് ഒന്നുമില്ല. നല്ലൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സിൽ വെച്ച് കൊണ്ടുപോകാവുന്ന ഒരു പാക്കിംഗ് ആണ്. ഒരുപാടുണ്ട് പ്രോഡക്റ്റ്. നല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ആസ് എ ഡാൻസർ ഞാൻ ഒരുപാട് കണ്ണെഴുതുന്ന ഒരാളായതുകൊണ്ട് ഡെയിലി കണ്ണെഴുതിയാലും ചില പ്രോഡക്ട്സിൻ്റെ ആ ഒരു ഹെവിനെസ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. കണ്ണിൻ്റെ അടിയിൽ എഴുതി കഴിഞ്ഞാലും ആ ഒരു കണ്ണെഴുതിയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ മേധ യൂസ് ചെയ്തിട്ട് എനിക്ക് കണ്ണെഴുതിയിട്ടുണ്ട്, എന്തോ കണ്ണിൽ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ഉണ്ട് എന്നൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടില്ല. വളരെ ലൈറ്റായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ ഒരു സ്പ്രെഡിങ് മാത്രമേ വരുന്നുള്ളൂ. അത് ഓരോരുത്തരുടെ കണ്ടൻറ്റത് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പൗഡർ ജസ്റ്റ് അടിയിൽ അപ്ലൈ ചെയ്ത് ചെറുതായിട്ട് കോമ്പാക്ട് പൗഡർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പ്രെഡിങ്ങും അങ്ങ് കുറയും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ ട്രൈ ചെയ്താൽ നിങ്ങൾ പിന്നെയും വാങ്ങിക്കും. അതുകൊണ്ടാണ് ഇതെൻ്റെ രണ്ടാമത്തെ കോണാണ്. ആദ്യത്തെ ചെറുത് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ വലുതിലോട്ട് മാറി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.